സ്തോത്രം. ഒരു പാരമ്പര്യ കൂട്ടായ്മക്കാരിയായിരുന്ന എന്നെയും സകല ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച് ഈ ചെറിയ കൂട്ടത്തിനോടൊപ്പം ചേർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ശാപത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും കഞ്ചാവ് കൃഷിയുടെയും ആ ശാപകരമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നവളാണ് ഞാൻ. എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. ഞങ്ങൾ 8 മക്കളാണ്. ഒരു സമാധാനവും ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നില്ല. പകലന്തിയോളം എൻ്റെ മാതാവ് പണിയെടുക്കുകയും കൂലിപ്പണി കഴിഞ്ഞു വന്ന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അതൊരിക്കലും സമാധാനത്തോടെ കഴിക്കുവാൻ എൻ്റെ പിതാവ് സമ്മതിക്കുമായിരുന്നില്ല. ആ വിളമ്പി വെച്ച ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചിട്ട് അച്ഛൻ പോയി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ ദൈവം ഒരു പരിശുദ്ധമായ വചനരംഗത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും അന്ന് എൻ്റെ പിതാവ് മദ്യപാനത്തോട് പൂർണ്ണമായി മദ്യപാനം എന്ന ശാപത്തിൽ നിന്ന് എൻ്റെ പിതാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിടുവിച്ച് ഞങ്ങൾ നീണ്ട വർഷങ്ങൾ അനുഭവിച്ചു. എൻ്റെ പിതാവിൻ്റെ മരണം വരെയും ഒരിക്കൽ പോലും മദ്യപിച്ച് വരുന്നത് ഏറ്റവും വെറുപ്പോടെ കാണുന്നത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ പിതാവിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ കടുങ്കാപ്പി കൊടുക്കുന്നത് പോലെയാണ് ഗ്ലാസ്സിൽ ചാരായം മാറ്റിയത് കൊണ്ട് കൊടുക്കുന്നത്. ഒരിക്കലും ഒരു കച്ചവടത്തിനായി ഞങ്ങളുടെ വീട്ടിൽ ചാരായം മാറ്റിയിട്ടില്ല. ഒരു ചെറിയൊരു മൺകലത്തിൽ അമ്മ ഇതെല്ലാം പാകപ്പെടുത്തി വയ്ക്കും. രാവിലെ എന്നാലേ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യമായിരുന്നുള്ളൂ. അത്രയും അതിഭീകരമായ ബന്ധനത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ ആ ബന്ധനം അഴിച്ചത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തികഞ്ഞ അഹങ്കാരിയായിട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ ഒരു കുഞ്ഞുപെങ്ങളായതുകൊണ്ട്, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അരുമ മകളായതുകൊണ്ട് ഞാൻ ഏറെ അഹങ്കാരിയായിട്ടാണ് വളർന്നത്. ആരെയും അനുസരിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് മനസ്സലിഞ്ഞത് കൊണ്ട് മാത്രമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ പിതാവ് വിവാഹശേഷം എൻ്റെ ഭർത്താവിനോടൊപ്പോൾ ജീവിതമാണെങ്കിലും ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, ഒരു മദ്യപാനിയെ എനിക്ക് ഭർത്താവിനായി കിട്ടരുത് എന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മദ്യപാനമില്ല, പുകവലിയില്ല, ഒന്നും ഒരു ദുശ്ശീലം എടുത്തു പറയാനൊന്നും ഇല്ല. അതാണ് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുടുംബത്തിൽ ഇന്നും ആ മദ്യപാനത്തിൻ്റെ ബാധ നിൽപ്പുണ്ടെന്ന് വേദനയോടെ ഞാൻ അറിയുന്നു. വിടുവിക്കപ്പെടുവാൻ കർത്താവിൻ്റെ വാദപീഠത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പിതാക്കന്മാരുടെ ആ ശാപം തലമുറകളിലേക്ക് പിന്തുടരുന്നതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ അത് പിടിച്ചത് ഞാൻ അറിയുന്നു. ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന ആ നിമിഷം മുതൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്കും എങ്ങനെയോ ഈ ബന്ധനത്തിൽ അകപ്പെട്ടതും ഞാൻ അനുഭവിച്ചു. ആ നിരാശ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതാണ്. ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. കാരണം കൂട്ടായ്മക്കാർ അവരുടെ കുഞ്ഞുങ്ങളിങ്ങനെ വഴുതിട്ട് പോകുന്നത് അനുഭവിക്കുമ്പോൾ തല ഉയർത്തി നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ഈ ലാബിലേക്ക് വന്നത്, ഈ ഗേറ്റ് കടന്ന് അതിനകത്ത് കയറി കഴിയുമ്പോൾ ഞങ്ങൾ സമാധാനം കൊണ്ട് നിറഞ്ഞ് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോൾ, കൂട്ടായ്മക്കാർ ഒറ്റപ്പെടുത്തിയപ്പോൾ ഈ കുടുംബമാണ് ഞങ്ങളെ ചേർത്തണച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാത്തിനും പരിഹാരം ദൈവം തരുമെന്നുള്ള ഉറച്ച വിശ്വാസം. ജീവിതത്തിൽ മനസ്സറിഞ്ഞൊരു പാപം വരരുത് എന്ന് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു ദൈവദാസന്മാരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ ദൈവം അനുവദിച്ചതാണ്. ഇന്നും ജീവനോടെ ഇവിടെ ഏറ്റു നിൽക്കുവാൻ ദൈവം സഹായിച്ചത്. എല്ലാവരും അനുഭവിച്ചതുപോലെ ഈ കൂട്ടായ്മയിൽ വന്ന വേദന ഞങ്ങൾ 2 ദിവസത്തേക്ക് നാട്ടിൽ ഹൈറേഞ്ച് വീട്ടിലേക്ക് പോയ സമയത്താണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നതെങ്കിലും അവിടങ്ങളിൽ ആരും ഇതൊന്നും ചോദിക്കുകയോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങളിതൊന്നും ബാധിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ എൻ്റെ ആത്മീയ ജീവിതത്തെ ഏറെ ബാധിച്ചത് ഞാൻ അറിയുന്നു.
വേദപുസ്തകവുമായി പായയിൽ മുട്ടുമടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, സ്തുതിക്കാൻ കഴിയുന്നില്ല. വേദപുസ്തകം വായിക്കും, എടുത്തു വയ്ക്കും, നേരെ തിരിഞ്ഞ് അതുപോലെ ഞാൻ എഴുന്നേറ്റ് പോയി ഞാൻ വേദനയോടെ ഓർക്കുന്നു. അന്ന് പിതാക്കന്മാരുടെ അരി കുഴിച്ച കിണറുകൾ ശത്രുവായ പൈശാചികൻ വന്ന് നികത്തിക്കളഞ്ഞതുപോലെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്നതെല്ലാം താഴ്ത്തി വെച്ച ഒരു കാലം എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. മരവിച്ചൊരു മനസ്സുമായി 2.5 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എനിക്കൊട്ടും മനസ്സിലായിരുന്നു. കാരണം അച്ഛയെന്നും ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയില്ല ഞങ്ങളിനി വരുന്നില്ല എന്ന് പറയുമായിരുന്നു. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക, ഞങ്ങൾ സാറിനോട് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്നിട്ടും എനിക്ക് മനസ്സിലായിരുന്നു അച്ഛൻ ഇങ്ങോട്ട് പോയിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞാൻ വീണ്ടും ഈ സ്ഥാപനത്തിലേക്ക് മടങ്ങി വന്നത്. എന്നാൽ ഞങ്ങൾ സ്നേഹത്തോടെ ചേർത്തണച്ച് ഇന്നും എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എങ്ങനെയാണോ എൻ്റെ കൂടപ്പിറപ്പുകൾ എന്നെ കരുതുന്നത് അതിലേറെ സ്നേഹത്തോടെ ഞങ്ങളെ മടക്കി വരുത്തിയ ആ സ്നേഹിക്കുന്ന കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നു. ഈ 2 വർഷക്കാലമാണ് എൻ്റെ ജീവിതത്തിൽ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ഗുണം കിട്ടിയെന്ന് പറയാൻ എൻ്റെ ജീവിതത്തിലുള്ളൂ. വീട്ടിൽ നിന്ന് ഹൈ റേഞ്ച് ദേശത്തിൽ നിന്ന് കോലഞ്ചേരിയിൽ കൂട്ടായ്മയ്ക്കായി മാത്രമായിരുന്നു ഞങ്ങൾ കടന്നു വന്നിരുന്നത്. വാഹനത്തിൽ കയറുമ്പോൾ ആ സമയം തൊട്ട് ഇവിടെ വരുന്നിടം വരെയും ചോര വരെ ഛർദ്ദിച്ചാണ് ഞങ്ങൾ കടന്നു വന്നിരുന്നത്. അതുകൊണ്ട് ഒരുപാട് 2-ാം ശനിയാഴ്ച ഒന്നും വന്നു എന്ന് പറയാൻ ഏറ്റവും കൂടി ഇപ്പോൾ ഒരു 10-15 പ്രാവശ്യം ഞാൻ വന്നു കാണും. അത്രയേ ഞാൻ യാത്ര ചെയ്യാറുള്ളായിരുന്നുള്ളൂ. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ആ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ആ ബന്ധനം അഴിച്ചു തന്നപ്പോൾ ഇവിടെ നിന്ന് എന്നെ പറഞ്ഞു വിട്ടത് വായങ്കടൂരിലേക്ക് പറഞ്ഞു വിട്ടു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. സമാധാനത്തോടെ കടന്നു പോകുവാൻ ഒരു ബന്ധനം എന്നെ വ്യാപരിക്കാതെ വണ്ണം കർത്താവിൻ്റെ തിരുരക്തത്തിൽ മുദ്രയിടിയിപ്പിച്ചവരായി പറഞ്ഞു വിട്ടു സമാധാനത്തോടെ വരുവാൻ എന്നെ സഹായിച്ച ഒരു ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. വീണ്ടും ഹൈദരാബാദ് ദേശത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടു. അവിടെ വെച്ച് എൻ്റെ ദൈവം വീണ്ടും എന്നെ ബന്ധനങ്ങൾ അഴിച്ചിരുന്നൊരു അനുഭവം എനിക്കുണ്ടായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒക്ടോബർ മാസം 28-ാം തീയതി ഇവിടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് പാപബന്ധനം എന്ന് പറയാൻ വലിയ വലിയ പാവങ്ങൾ നമ്മൾ വലുതെന്ന് കരുതുന്നതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടിരുന്നതാണ്. അതൊന്നും തിരികെ എടുത്തതല്ല. എന്നാൽ സീരിയൽ കാണുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വെമ്പിയിരുന്ന ഒരു മനസ്സെൻ്റെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ ആ സമയം ഒന്നും ആലോചിക്കാതെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആ മൊബൈൽ താത്തു വെച്ചിട്ട് കർത്താവേ ഇതിനെ എനിക്ക് എടുക്കാനിടയാവില്ല, നിൻ്റെ നാമോഹത്തിന് വേറൊന്നിനുമായിട്ട് ഇതെനിക്ക് സമയം കളയാൻ ഇതിനെ ഇടയാകരുതെന്ന് പറഞ്ഞ് സമർപ്പിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും കാക്കുന്ന ഒരു ദൈവം ബന്ധനങ്ങൾ അഴിച്ചു തന്ന് ജീവിക്കുന്നു. അത് അട്ടകടിക്കുന്നത് പോലെ എന്നെ ചുരുട്ടി വലിച്ചുകൊണ്ടിരുന്ന ആ പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് എൻ്റെ ദൈവം ജീവിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. വിശുദ്ധിയോടെ നിൽക്കുവാൻ, മനസ്സൊറിഞ്ഞൊരു തെറ്റ് വരാതെ ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും മുഴുവനായി അവിടുത്തെ അണുപ്പാടുള്ള പാതപീഠത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചിരുന്നു. വിശുദ്ധിയോടെ ജീവിക്കണം.